വായ്പാ തിരിച്ചടവ് ആവശ്യപ്പെട്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഭീഷണി. പണമുടൻ തിരിച്ചടച്ചില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നാണ് ഭീഷണി. ചൂരൽമല സ്വദേശി രമ്യയ്ക്കാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഭീഷണി സന്ദേശം അയച്ചത്. സുജിത് അയ്യപ്പത്തിലേക്ക് വരും മുമ്പ് ഒരു പ്രതികരണമാണ്. HDB ഫിനാൻസിൽ നിന്നാണ് മാം. നമുക്ക് ഇന്നത്തേക്ക് പൈസ വേണം. അതായത് നിങ്ങൾ അടച്ചില്ലേ, അതിൻ്റെ ബാക്കി ഇനി പേയ്മെൻറ്റ് പെൻഡിങ് ആണ്. നമുക്ക് ആ പൈസ വേണം. എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഒരു പേയ്മെൻറ്റ് ചെയ്യൂ കേട്ടോ. പേയ്മെൻറ്റ് ചെയ്യാമോ ഇല്ലയോ പെട്ടെന്ന് റീപ്ലൈ ആണ്. നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. 17,000 രൂപ ഇപ്പൊ അടയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പേരിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞങ്ങൾ കേസ് ഫയൽ ചെയ്തോളൂ, എന്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് കേസാക്കിക്കോളി എന്ന് മാത്രം പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഞാൻ ഒരു ടൈലർ ഷോപ്പ് ഉണ്ട് ചൂരൽമലയിൽ. അപ്പൊ അതിന്റെ ഒരു ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അത് എടുത്തതായിരുന്നു. എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ എടുത്തതാണ്. ഒന്നാമത് പണിയില്ലാതെ ആയപ്പോൾ ആകെ കുടുങ്ങി, ലോൺ അടയ്ക്കാൻ പറ്റാതെ ആയി. സർക്കാരിൽ നിന്നാണെങ്കിൽ ഒരു അറിയിപ്പും കാര്യങ്ങളും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, നേരത്തെയും ഇത്തരത്തിൽ വായ്പാ തിരിച്ചടവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പലരും നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ ഫോർമാറ്റിൽ ഇല്ലെങ്കിൽ അങ്ങ് മുക്കിക്കയറ്റിക്കളയും എന്ന ഫോൺ സംഭാഷണമൊക്കെ ഇത് ആദ്യമായിട്ടാണ്. എന്തോ ആവാമെന്നാണോ സുർജിത്ത് പാവങ്ങളോട്? തീർച്ചയായും ഹാഷ്മി, ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് വല്ലാത്ത പ്രശ്നം തന്നെയാണ്. അതാണ് ഇങ്ങനെ ഈ ലോൺ തിരിച്ചടവ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഈ രമ്യയുടെ വീട് ചൂരൽമല വില്ലേജ് റോഡിലാണ്. ആ വീട് ഭാഗികമായി തകർന്നു. ഈ കുടുംബം ഇപ്പോൾ കൽപ്പറ്റയിലാണ് താമസിക്കുന്നത്. നേരത്തെ തയ്യൽ ഷോപ്പ് ഉണ്ടായിരുന്നു ചൂരൽമലയിൽ. ആ തയ്യൽ ഷോപ്പ് പ്രവർത്തിക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. മാത്രമല്ല ബെയിലി എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം, ബാഗുകൾ അടക്കം നിർമ്മിക്കുന്ന ആ ഒരു ഉൽപ്പന്നം യൂണിറ്റ് അവിടുത്തെ സ്ത്രീകൾ 30ഓളം വരുന്ന സ്ത്രീകൾ സംരംഭമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ രമ്യ ജോലി ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നുള്ളൊരു വരുമാനം എന്നുള്ള തരത്തിൽ ഒന്നും വന്നു തുടങ്ങിയിട്ടുമില്ല. അതാണ് ആകെ എടുത്തത് 75,000 രൂപ ലോണാണ്. ആ ലോൺ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് HDBയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വരുന്നത്. ഇടയ്ക്കിടെ ഈ കമ്പ്യൂട്ടർ മുഖാന്തരം അങ്ങനെ ഒരു വിളി വരാറുണ്ട് എന്ന് പറയുന്നു, അടവിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്. ആകെ ഇനി അടയ്ക്കാനുള്ളത് വെറും 17,000 രൂപ മാത്രമാണ്. ഈ ദുരന്തം നടന്ന് ഇത്തരത്തിൽ ഭീഷണി തുടർന്ന പശ്ചാത്തലത്തിൽ അവർ 3,000 രൂപ കൂടി അടച്ചതാണ്. 20,000-ൽ 3,000 രൂപ, 75,000-ൽ 20,000 മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിൽ 3,000 രൂപ അടച്ചു. ഇനി ബാക്കിയുള്ളത് വെറും 17,000 രൂപ മാത്രമാണ്. ആ 17,000 രൂപയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ അധികൃതർ വിളിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. താൻ ദുരന്തബാധിതയാണെന്ന് അറിയിച്ചിട്ട് പോലും ഇത് ഇങ്ങനെ നിർബന്ധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഈ ലോണുകൾ എഴുതി തള്ളുന്ന കാര്യത്തിൽ കൃത്യമായ രീതിയിൽ തീരുമാനം ഉണ്ടായിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ആ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നേരത്തെ മന്ത്രി K. രാജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയപ്പോൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് കേന്ദ്ര ഇടപെടലാണ് ഇനി വേണ്ടത്. കേരള ബാങ്ക് അടക്കമുള്ളവർ വായ്പ എഴുതിത്തള്ളാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതാണ്. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകേണ്ടത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഇടപെടൽ വേണമെന്നുള്ള ഒരു കാര്യമാണ് K. രാജൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. എന്തായാലും ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഭീഷണി ഇങ്ങനെ തുടരുന്നു. ആ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തുവരുന്നത്. രമ്യയുടെ മാത്രം അനുഭവമല്ല, മറ്റു പലരും ഈ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണവും പലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ അവരുടെ വായ്പാ തിരിച്ചടവിൻ്റെ മുകളിൽ ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ, ഈ ദുരന്തം കഴിഞ്ഞ് 7 മാസം പിന്നിട്ട അവസ്ഥയിൽ 8 മാസത്തിലേക്ക് കിടക്കുന്ന അവസ്ഥയിൽ ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഭീഷണി തുടരുന്നൊരു പശ്ചാത്തലം, അത് അത്യന്തം അപകടകരമായ അവസ്ഥയാണ്. എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. പല ദുരന്തബാധിതരും പലർക്കും തൊഴിലില്ലാത്ത സ്ഥിതിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഭീഷണി മുഴക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കാണ് ഈ തിരിച്ചടച്ചെങ്കിൽ കേസ് കൊടുക്കും, പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് വിരട്ട്. ചൂരൽമല സ്വദേശി രമ്യയ്ക്കാണ് ധനകാര്യ സ്ഥാപനത്തിന് ആ ഫോൺ സംഭാഷണം പ്രേക്ഷകർ കേട്ടു. ആകെ രമ്യ തിരിച്ചടയ്ക്കാനുള്ളത് 17,000 രൂപ മാത്രമാണ്. ഇത്തരത്തിൽ സർവ്വതുമില്ലാതായി സകല ജീവനോപാധികളും ആൾക്കാരെയൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരോട് ഇത്തരത്തിൽ വിളിച്ച് വിരട്ടണമെങ്കിൽ കരുണ എന്ന കാര്യമൊന്നും ഇവിടുന്ന് കേട്ടിട്ട് പോലുമില്ല. അവരങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല. നോക്കേണ്ടത് സർക്കാരും സംവിധാനങ്ങളൊക്കെയാണ്. ഇത്തരത്തിൽ ഈ പാവങ്ങളെ ഈ ബാങ്കുകാർ വിളിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറയാനാണ്?